ഇന്ന് ടൗണിൽ പോയപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നു. അതൊന്ന് വ്യത്യസ്ത രുചിയിൽ നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ. ഇത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരല്പം വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രീസറിൽ അരച്ചിട്ട് തയ്യാറാക്കി വെച്ചതാണ്, ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിൽ ഇത് പുരട്ടിയെടുക്കാം. ഇതുപോലെ പൊരിക്കാൻ ഇതിൻ്റെ മിക്സ് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുമ്പ് പെരുംജീരകവും കൂടി ചേർത്ത് പൊരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി 1 മണിക്കൂറായപ്പോയാലും പ്രശ്നമില്ല. ഇതിന്ന് വേഗം തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതെടുത്ത് പൊരിക്കാൻ വെക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഈ മത്സ്യം അടിയിലധികം പിടിക്കാതെ പെട്ടെന്ന് മറിച്ചിടാൻ കഴിയും. ഇത് ചൂടോടെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുണ്ടാവും. മത്സ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ നമ്മൾ മലയാളികൾ അങ്ങനെ ചപ്പാത്തിയുടെ കൂടെയൊന്നും ഇത് കഴിക്കാറില്ല. അപ്പോൾ ഞാൻ എല്ലാ മത്സ്യവും ഇതിന് വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. ഇത് കാണുന്നില്ല, അധികം ഒട്ടിപ്പിടിച്ച് പോകുന്നില്ല. കാരണം നമ്മൾ ഇതിൽ കറിവേപ്പില ഇട്ടതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു രുചിയും ഇറങ്ങി വരും. നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.